ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. എല്ലാവർക്കും മാത്തമാറ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദർശ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PG ടോപ്പിക്കായിട്ടുള്ള മെഷർ തിയറിയാണ്. PG സെക്കൻഡ് സെമസ്റ്ററിലെ ടോപ്പിക്കായിട്ടുള്ള ലെബെഗ് ഔട്ടർ മെഷർ. ലെബെഗ് ഔട്ടർ മെഷർ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് M സ്റ്റാർ ഓഫ് A എന്നാണ്. M സ്റ്റാർ ഓഫ് A എന്ന് പറഞ്ഞാൽ ലെബെഗ് ഔട്ടർ മെഷർ ഓഫ് ദ സെറ്റ് A. A എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ ആയിരിക്കും. A സബ്സെറ്റ് ഓഫ് R ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയും. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് A ഓപ്പൺ B എന്ന ഫോമിലായിരിക്കും. ക്ലോസ്ഡ് A ഓപ്പൺ B, എയും ബിയും ഫൈനൈറ്റ് ആയിരിക്കും. അല്ലാത്ത കേസാണെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയും. ഇനി M സ്റ്റാർ ഓഫ് A എന്ന് പറഞ്ഞാൽ ഇൻഫിമം. M star of A is equal to infimum A subset of union IN summation L of IN. Infimum taking over all finite or countable collection of intervals IN such that A subset of union IN. Okay. ഇതെന്താണെന്ന് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. സപ്പോസ് A ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. A ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. I1 ഈസ് ഈക്വൽ ടു സെറ്റ് 1 5. ഈ 1 5 എന്ന് പറയുന്ന ക്ലോസ്ഡ് 1 ഓപ്പൺ 5 എന്ന് പറയുന്ന ഇൻ്റർവെൽ എനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലോ. എയിലുള്ള പോയിന്റ്സ് ആരൊക്കെയാ? എയിലെ എലിമെൻറ്റ്സ് 1 2 3 4. ഈ 4 നമ്പറും ഈ ഇൻ്റർവെല്ലിലെ മെമ്പേഴ്സ് അല്ലേ? ഈ ഇൻ്റർവെൽ എനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? A ഈസ് എ സബ്സെറ്റ് ഓഫ് I1. A ഈസ് എ സബ്സെറ്റ് ഓഫ് I1. ഇനി ലെങ്ത് ഓഫ് I1, ലെങ്ത് ഓഫ് I1, ലെങ്ത് ഓഫ് AB എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് L ഓഫ് I എന്ന് പറയുന്നത് B മൈനസ് A ആണ്. ലെങ്ത് ഓഫ് ആൻ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ B മൈനസ് A. അപ്പോൾ ലെങ്ത് ഓഫ് I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4. ലെങ്ത് ഓഫ് I1 എന്ന് പറയുന്നത് 5 മൈനസ് 1 ഈക്വൽ ടു 4. ഇനി I2 എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത് ക്ലോസ്ഡ് 1 1.1 2 2.1 3 3.1 4 4.1. ഓക്കെ. I2 എന്ന് പറയുന്ന കളക്ഷൻ ക്ലോസ്ഡ് 1 ഓപ്പൺ 1.1, ക്ലോസ്ഡ് 2 ഓപ്പൺ 2.1, ക്ലോസ്ഡ് 3 ഓപ്പൺ 3.1, ക്ലോസ്ഡ് 4 ഓപ്പൺ 4.1. ഈ ഇൻ്റർവെല്ലിൽ ഈ 4 ഇൻ്റർവെല്ലുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിയൻ I2 ആയിരിക്കും. A എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിയൻ I2. ഈ 4 ഇൻ്റർവെല്ലിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ യൂണിയൻ എനെ കണ്ടെയ്ൻ ചെയ്യും. ഇതിൻ്റെ സമ്മേഷൻ L ഓഫ് I2 എന്ന് പറയുന്നത് എത്രയാ? ഇതിൻ്റെ ലെങ്ത് 0.1 0.1 0.1 0.1 കൂട്ടിക്കഴിഞ്ഞാൽ 0.4. ഓക്കെ. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത്തിൻ്റെ സം എന്ന് പറയുന്നത് 0.4. ഇനി I3 എന്ന് പറയുന്നത് 1 1.001 2 2.001 3 3.001 4 4.001. ഓക്കെ. I3 എന്ന് പറയുന്ന ഇൻ്റർവെൽ 1 1.001 2 2.001 3 3.001 4 4.001. ഈ 4 ഇൻ്റർവെല്ലുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ യൂണിയൻ എനെ കണ്ടെയ്ൻ ചെയ്യും. A ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ I3. ഓക്കെ. A ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ I3. ഇനി M ഓഫ് I3 സമ്മേഷൻ L ഓഫ് I3 എന്ന് പറയുന്നത് എത്രയാ? 0.004 ആയിരിക്കും. 0.004. ഇതുപോലെ നമുക്ക് I4 I5 I6 അങ്ങനെ
ഇൻ്റർവെലുകളുടെ കളക്ഷൻസ് കാണാൻ പറ്റും. എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെലുകളുടെ കളക്ഷൻ കാണാൻ കഴിയും. അതിൻ്റെ ലെങ്ത്ത് ഓരോ ഇൻ്റർവെൽ, ഇനി ഈ 0.001 ലെങ്ത് ഉള്ള ഇൻ്റർവെൽ എടുക്കുന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ 1/10 ബില്യൺ എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഇൻ്റർവെലുകളുടെ കളക്ഷൻ എടുക്കാം. എനിക്ക് ഈ 0നോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചെറിയ നമ്പർ ലെങ്ത് ആയിട്ട് വരുന്ന ഇൻ്റർവെൽ എടുക്കാം. അങ്ങനെ നമ്മൾ ഇൻ്റർവെലുകൾ കൺസിഡർ ചെയ്യുന്നതിനനുസരിച്ച് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫൈനൈറ്റ്ലി മെനി ഇൻ്റർവെൽസ് നമുക്ക് കാണാൻ കഴിയും. എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻഫൈനൈറ്റ്ലി മെനി കളക്ഷൻസ് ഓഫ് ഇൻ്റർവെൽസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് ഈ സമ്മേഷൻ എൽ ഓഫ് ഐൻ്റെ ഇൻഫിമമാണ്. ഈ ഇൻഫിമം 0 ആണെന്ന് നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ 1.001 എടുത്തതുപോലെ 1.00000 ഒരു 10,000 0 × 1 അങ്ങനത്തെ ഒരു ഇൻ്റർവെൽ എടുത്താലും അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് എ എന്ന് പറയുന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യും. ആ സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത്, ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ഈ ലെങ്ത്തിൻ്റെ ഇൻഫിമമാണ്. ലെങ്ത്ത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, എത്ര ചെറിയ ലെങ്ത് ഉള്ള ഇൻ്റർവെൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിമം ഓഫ് സമ്മേഷൻ എൽ ഓഫ് ഐ എൻ. ഈ ഐ എൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ. ഇൻ്റർവെലുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലെബെഗ് ഔട്ടർ മെഷറിന് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ലെബെഗ് ഔട്ടർ മെഷറിന് 4 പ്രോപ്പർട്ടീസ്. ആ 4 പ്രോപ്പർട്ടീസ് പറയാം. ഫസ്റ്റിലത്തെ പ്രോപ്പർട്ടി, എം സ്റ്റാർ ഓഫ് എ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു സെറ്റിൻ്റെ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ് എന്നതല്ല, നോൺ നെഗറ്റീവാണ്. ഓക്കെ, എം സ്റ്റാർ ഓഫ് എ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഔട്ടർ മെഷർ ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. രണ്ടാമത്തത്, എം സ്റ്റാർ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു 0. എം ടി സെറ്റിൻ്റെ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് 0 ആണ്. 3, ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി. If A is a subset of B, then M star of A is less than or equal to M star of B. Any fourth one, M star of singleton set X. The measure of any singleton set is equal to 0. The measure of any singleton set is 0. ഇതാണ് സെറ്റിൻ്റെ ലെബെഗ് ഔട്ടർ മെഷറിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ 3 റിസൾട്ട് ട്രിവിയൽ ആണ്. ഫസ്റ്റിലത്തെ 3 റിസൾട്ടും ട്രിവിയൽ ആണ്. നാലാമത്തേത് പ്രൂവ് ചെയ്യാൻ, എ എന്ന് പറയുന്നത് സിംഗിൾ ടോൺ സെറ്റ് എക്സ്, എ എന്ന് പറയുന്നത് സിംഗിൾ ടോൺ സെറ്റ് എക്സ്, ഐ എൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻ്റർവെൽസ് എക്സ് എക്സ് പ്ലസ് 1/n, എക്സ് എക്സ് പ്ലസ് 1/n. ഈ ഇൻ്റർവെൽ അത് എനെ കണ്ടെയ്ൻ ചെയ്യുമല്ലോ. എക്സ് എക്സ് പ്ലസ് 1/n എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് സിംഗിൾ ടോൺ സെറ്റ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ലെങ്ത് ഓഫ് ഐ എൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, ലെങ്ത് ഓഫ് ഐ എൻ ഈസ് ഈക്വൽ ടു 1/n. എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ എൽ ഓഫ് ഐ എൻ. ദാറ്റ് ഈസ് M star of A is less than or equal to length of IN. M star of A എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഐൻ്റെ സമ്മേഷൻ്റെ ഇൻഫിമം ആണ്. അതുകൊണ്ട് തന്നെ M star of A എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെങ്ത് ഓഫ് IN ആയിരിക്കും. M star of A is less than or equal to length of IN. So we can write M star of A is less than or equal to 1/n. 1/n എന്ന് പറയുന്നത് 0ലേക്ക് കൺവേർട്ട് ചെയ്യും. Therefore M star of A is equal to 0. 1/n എങ്ങോട്ട് പോവും? 0ലേക്ക് പോവും. M star of A is equal to 0. A എന്ന് പറയുന്നത് സിംഗിൾ ടോൺ സെറ്റ്. ഒരു സിംഗിൾ ടോൺ സെറ്റിൻ്റെ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.